ഇന്ന് നമുക്ക് മിസ്സിസ് എന്ന ഹിന്ദി സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, ഒരുപാട് ആഗ്രഹത്തോടു കൂടി വിവാഹം കഴിച്ചു വന്ന നായിക, എന്നാൽ നായിക അറിഞ്ഞില്ല ആ ഒരു വിവാഹ ജീവിതത്തോടു കൂടി അവൾ ഒരു അടുക്കളക്കാരിയായി മാറുമെന്ന്. അവളുടെ ആഗ്രഹങ്ങളെല്ലാം അടുക്കളയിൽ കുഴിച്ചു മൂടേണ്ടി വരുന്നു. ഭർത്താവിന് അവൾ വെറും അയാളുടെ ആവശ്യം നിറവേറ്റാനുള്ള ഒരു വസ്തു മാത്രമായി മാറി. അടുക്കളയിലെ ജീവിതം അവൾക്ക് മടുത്തു തുടങ്ങി. അവൾ എന്തെല്ലാം കാര്യം ആ ഒരു വീട്ടിൽ നേരിട്ടുവെന്നും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്നത് പോലെ നായിക എന്തെല്ലാം അവിടെ ചെയ്തു കൂട്ടി എന്നൊക്കെ അറിയണ്ടേ. എങ്കിൽ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ നായികയായ റിച്ചയാണ് കാണിക്കുന്നത്. റിച്ചയാണെങ്കിൽ ഒരു ഡാൻസറാണ്. അവൾക്ക് വലിയ വലിയ സ്റ്റേജുകളിലേക്ക് പെർഫോം ചെയ്യണം എന്നതൊരു വലിയ ആഗ്രഹമായിരുന്നു. റിച്ചയുടെ അടുത്ത് ഡാൻസ് പഠിക്കുവാനായിട്ട് ഒരുപാട് കുട്ടികളുണ്ട്. റിച്ചയ്ക്കാണെങ്കിൽ ദിവാകർ എന്നൊരു ഡോക്ടറിന്റെ ആലോചന വരികയാണ്. വീട്ടുകാർക്കും അവനെ ഒരുപാട് ഇഷ്ടമായി. റിച്ചയുടെ വീട്ടിലാണെങ്കിൽ റിച്ചയുടെ അമ്മയും അച്ഛനും സഹോദരനും പിന്നെ അവരുടെ ഒരു നായ്ക്കുട്ടിയുമാണ് ഉള്ളത്. ദിവാകറിന്റെ വീട്ടിലാണെങ്കിൽ അവന്റെ അച്ഛനും അമ്മയും പിന്നെ അവനും അവന്റെ സഹോദരിയാണെങ്കിൽ വിദേശത്തുമാണ്. ദിവാകർ ഒരു ഗൈനക്കോളജിസ്റ്റ് ആണ്. രണ്ടു കൂട്ടർക്കും പരസ്പരം ഇഷ്ടമായതിനാൽ വിവാഹവും ഉറപ്പിക്കുന്നു. എന്നാൽ കല്യാണത്തിന് മുൻപ് കുറച്ചുനാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുവാനായിട്ട് കുറച്ച് സമയമൊക്കെ കിട്ടത്തില്ലേ. അങ്ങനെ അവർ രണ്ടുപേരും കറങ്ങുവാനും ഫുഡ് കഴിക്കുവാനും ഒക്കെ പോകുന്നു. അപ്പോൾ റിച്ച പറയുന്നത്, എനിക്ക് ഫുഡ് കഴിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം പിസ്സ, ബർഗർ അതൊക്കെയാ. അത് കേട്ട ദിവാകർ പറയുന്നത്, എനിക്ക് കഴിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം വീട്ടിലെ ഫുഡ് തന്നെയാണ് എന്നായിരുന്നു. അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും വിവാഹവും കഴിഞ്ഞു. പുതുതായി കയറി വരുന്ന മരുമകൾക്ക് അവിടെ കിട്ടിയ സ്വീകരണം വളരെ വലുതായിരുന്നു. അവൾക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ ആദ്യ രാത്രി എത്തി. റിച്ചയാണെങ്കിൽ തനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ പൊട്ടിച്ചു നോക്കുകയാണ്. കൂടുതലും അടുക്കള സാധനങ്ങളായിരുന്നു. അതവൾ അങ്ങോട്ട് മാറ്റിവെക്കും. അതേസമയം റിച്ചയുടെ ഫ്രണ്ട്സ് കൊടുത്ത ഒരു ഗിഫ്റ്റ് കാണുന്നു. അത് പൊട്ടിച്ചു നോക്കിയപ്പോൾ അതൊരു ഹെഡ്ഫോൺ ആയിരുന്നു. അവൾ സന്തോഷത്തോടു കൂടി അതൊക്കെ എടുത്തു വെച്ച് നോക്കുന്ന സമയത്തായിരുന്നു ദിവാകർ അവിടേക്ക് വരുന്നതും. ഗിഫ്റ്റൊക്കെ നോക്കിയെന്ന് ചോദിക്കുമ്പോൾ അതെ, എല്ലാം നോക്കി, എല്ലാം കിച്ചണിലേക്കുള്ള സാധനമാണെന്ന് പറയുമ്പോൾ അത് കേട്ട ദിവാകർ ആണെങ്കിൽ, ആണോ, എല്ലാം അപ്പോൾ നിനക്കുള്ള ഗിഫ്റ്റ് ആണല്ലോ എന്നാണ് പറയുന്നതും. അതിനുശേഷം രണ്ടുപേരും കിടക്കുവാനായും പോകും. ദിവാകർ ആണെങ്കിൽ കട്ടിലിന്റെ ഒരു വശം കാണിച്ചിട്ട്, ദേ ഈ സൈഡിൽ മാത്രമാണ് ഞാൻ കിടക്കുന്നത് എന്ന് പറയുന്നു. മറ്റൊരു വശത്ത് റിച്ചയും ചെന്ന് കിടക്കുകയാണ്. കുറെ നേരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ ദിവാകർ ആണെങ്കിൽ ലൈറ്റും ഓഫ് ചെയ്ത് റിച്ചയുടെ അടുത്തേക്ക് വന്ന് അവളെ കിസ് ചെയ്യുകയും അവർ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുകയും ചെയ്തു. അടുത്ത ദിവസം ഉറക്കമുണർന്ന റിച്ചയാണെങ്കിൽ ഒരു മിക്സിയുമായിട്ടാണ് അടുക്കളയിലേക്ക് ചെല്ലുന്നതും. അവിടെ അമ്മായിയമ്മയാണെങ്കിൽ തകർത്ത് ജോലി ചെയ്യുകയാണ്. ഇനി നമുക്ക് ചട്നി അരയ്ക്കാൻ മിക്സി ആയല്ലോ എന്ന് അവൾ പറയുന്ന സമയത്ത് അമ്മായിയമ്മ പറയുന്നത്, ഇവിടെ മിക്സി ഉപയോഗിക്കാറില്ല, ഇവിടുത്തെ അച്ഛന് എല്ലാം കല്ലിലരച്ചതാ ഇഷ്ടം, അതുകൊണ്ട് നമ്മളിവിടെ മിക്സിയൊന്നും ഉപയോഗിക്കാറില്ല എന്ന് പറയുന്നു. അത് കേട്ട് റിച്ച ഒന്ന് ഷോക്ക് ആയതുപോലെ നിൽക്കും. കാരണം മിക്സിയൊന്നും ഉപയോഗിക്കാത്ത വീട്, അതും ഇന്നത്തെ കാലത്ത്. അതേസമയം അമ്മായിയമ്മ പറയുന്നുണ്ട്, ഇന്ന് നിന്റെ വീട്ടിലെ ആദ്യ ദിവസമല്ലേ, അപ്പോൾ ഒരു ഹൽവ ഉണ്ടാക്കി മധുരം കഴിച്ചിട്ട് ആരംഭിക്കാമെന്നും പറയുന്നു. അങ്ങനെ റിച്ചയാണെങ്കിൽ സ്വന്തമായിട്ട് ഹൽവ ഉണ്ടാക്കുവാനായും തുടങ്ങി. അപ്പോൾ അവിടേക്ക് ദിവാകർ വരും. ദിവാകർ ആണെങ്കിൽ സ്വന്തമായി കുക്ക് ചെയ്യുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ റിച്ച പറയുന്നുണ്ട്, അയ്യോ, എനിക്ക് കുക്ക് ചെയ്യുവാനൊന്നും അറിയത്തില്ല, ഇതെന്റെ വെറും ഒരു പരീക്ഷണമാണ് എന്നാണ് അവൾ പറയുന്നതും. അതേസമയം ദിവാകറിനാണെങ്കിൽ അവൾ ഒരു ചായ ഇട്ട് കൊടുക്കും. ദിവാകർ ആ ചായയിൽ നിന്ന് പകുതി മറ്റൊരു ഗ്ലാസ്സിൽ ഒഴിച്ച് റിച്ചയ്ക്കും കൊടുക്കുന്നുണ്ട്. അവൾ സന്തോഷത്തോടു കൂടി അത് കുടിക്കുകയാണ്. ദിവാകർ ആണെങ്കിൽ അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്തിട്ടാണ് ജോലിക്ക് പോകുന്നതും. പിന്നീട് അവർ ആദ്യം വിരുന്നിന് പോയത് റിച്ചയുടെ വീട്ടിലേക്ക് തന്നെയായിരുന്നു. റിച്ചയുടെ അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണം എല്ലാം കഴിച്ചിരുന്ന ദിവാകരനാണെങ്കിൽ നല്ല ഭക്ഷണം ഇതുപോലെ റിച്ചയും ഉണ്ടാക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് റിച്ച പറയുന്നത്, അയ്യോ, എനിക്കിതുപോലെ ഫുഡൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല. അത് കേട്ട് അവളുടെ അച്ഛനും, ഇവള് ഫുഡൊന്നും ഉണ്ടാക്കത്തില്ല എന്ന് പറയുമ്പോൾ അതിന് മറുപടിയായി ദിവാകർ പറയുന്നത്, അത് സാരമില്ല, എന്റെ അമ്മ പഠിപ്പിച്ചോളുമെന്നാണ്. അത് കേട്ട് അച്ഛൻ പറയുന്നത്, നമ്മുടെ റിച്ചയില്ലേ, അവള് നന്നായി ഡാൻസ് കളിക്കും, നല്ലൊരു ഡാൻസറാണ് എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ട് വെറും പുച്ഛത്തോടെ ചിരിക്കുകയാണ് ദിവാകർ. അതിനുശേഷം അവർ വീണ്ടും പോകുന്നത് ദിവാകറിന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്കായിരുന്നു. ഫ്രണ്ടിന്റെ വൈഫാണെങ്കിൽ ജോലി കഴിഞ്ഞിട്ട് വന്നാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് എല്ലാം ഉണ്ടാക്കി വെക്കുന്നത്. ആ ഫുഡ് കഴിക്കുന്ന സമയത്ത് ദിവാകർ ആണെങ്കിൽ ഫുഡിനെ മാത്രം പുകഴ്ത്തി സംസാരിച്ചു കൊണ്ടേയിരിക്കും. റിച്ചയാണെങ്കിൽ അതെല്ലാം ശ്രദ്ധിച്ചിരിക്കും. അന്ന് വൈകിട്ട് വീട്ടിലെത്തിയ സമയത്ത് ദിവാകർ അവളെ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുവാനായിട്ട് നിർബന്ധിക്കും. പക്ഷെ റിച്ചയാണെങ്കിൽ, ഞാൻ ഒരുപാട് ഫുഡ് കഴിച്ചതിനാൽ ഇന്ന് വേണ്ട എന്ന് പറയുമ്പോൾ, എങ്കിൽ ശരി, നീ ഒരു കാര്യം ചെയ്യ്, കിച്ചണില് മെഡിസിൻ ബോക്സ് ഉണ്ട്, അതിൽ പോയി ഡൈജഷന്റെ ഗുളിക കഴിച്ചിട്ട് വാ, എന്നിട്ട് നമുക്ക് നോക്കാമെന്ന് പറയുന്നു. അങ്ങനെ റിച്ചയാണെങ്കിൽ കിച്ചണിലേക്ക് പോകുന്ന സമയത്ത് അമ്മ അവിടെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും.
അമ്മയുടെ ജോലികളാണെങ്കിൽ ഒരു 11-12 മണിയായിട്ടും തീരുന്നതേയില്ല. അടുത്ത ദിവസവും ഉറക്കമുണർന്നു വരുന്ന റിച്ച കാണുന്നത് അമ്മ രാവിലെ എഴുന്നേറ്റ് കിച്ചണിലെ ജോലികളെല്ലാം ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ്. കല്ലിലാണ് അവർ ചട്നി അരയ്ക്കുന്നത് പോലും. റിച്ചയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ഈ പാത്രമൊക്കെ ഇവിടെ ഇട്ടുകൂടെ, ജോലിക്കാരി വന്ന് കഴിവത്തില്ലേ എന്നായിരുന്നു. അപ്പോൾ അമ്മ പറയുന്നത്, നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ തന്നെ ചെയ്യേണ്ടേ മോളെ എന്നായിരുന്നു. റിച്ചയുടെ ഇഷ്ടമോ താല്പര്യമോ ഒന്നും നോക്കാതെയാണ് ദിവാകർ അവളുമായിട്ട് ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുന്നതും. അവൾക്കത് ഒട്ടും സഹിക്കാനായും പറ്റുന്നില്ല. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞും റിച്ചയാണെങ്കിൽ ബാത്റൂമിൽ പോയി സങ്കടപ്പെട്ടിരിക്കും. അതേസമയം തന്നെ അമ്മായിയമ്മ താഴെ കിച്ചണിൽ കിടന്ന് ജോലിയോട് ജോലി. പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നു, തൂത്തുവാരുന്നു. അതൊക്കെ തന്നെയാണ് അമ്മായിയമ്മ ചെയ്തുകൊണ്ടേയിരിക്കുന്നതും. രാവിലെ ഉറക്കമുണർന്ന അമ്മായിയമ്മയാണെങ്കിൽ തന്റെ ഭർത്താവിന് വേണ്ടിയിട്ട് മുണ്ടും ഷർട്ടും ഒക്കെ എടുത്തു വെച്ച്, ചെരുപ്പും എടുത്തു വെച്ച്, പിന്നെ ഭർത്താവിന് രാവിലെ കുടിക്കുവാൻ വേണ്ടിയിട്ടുള്ള വെള്ളമെല്ലാം എടുത്തു വെച്ചിട്ടാണ് കിച്ചണിലേക്ക് വരുന്നതും. എന്നിട്ട് തന്റെ ജോലിയും ആരംഭിക്കുന്നു. മരുമകളായ റിച്ചയും കിച്ചണിലേക്ക് വരുന്ന സമയത്ത് അമ്മായിയമ്മയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെണ്ണ കടഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ നിന്നും അവളാണെങ്കിൽ തന്റെ വിരല് കൊണ്ട് കുറച്ച് വെണ്ണ എടുത്ത് കഴിച്ചു നോക്കും. പക്ഷേ അത് അമ്മായിയമ്മയ്ക്ക് അത്ര ഇഷ്ടമാകുന്നതേയില്ല. എന്നിട്ട് ആഹാരം പാകം ചെയ്യുവാൻ വേണ്ടിയിട്ടും കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവൾ റെഡിയാക്കുന്നുമുണ്ട്. അതേസമയം തന്നെ ദിവാകർ ആണെങ്കിൽ റിച്ചയെ വിളിക്കും. എന്തെന്നാൽ അവന്റെ ഷർട്ടും ഇന്നേഴ്സും ഒക്കെ എടുത്തു കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് അവളെ വിളിച്ചതും. അവളാണെങ്കിൽ എന്തോ പോലെയാണ് ദിവാകറിനെ നോക്കുന്നതും. അച്ഛൻ എങ്ങനെയാണോ അമ്മയെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നത് അതുപോലെ തന്നെയാണ് ദിവാകർ റിച്ചയെ കൊണ്ട് ചെയ്യിക്കുന്നതും. എന്നിട്ട് റിച്ച ചോദിക്കുന്നുണ്ട്, എന്താ ഇനിയിപ്പോൾ ഞാനിതെടുത്ത് അണിയിച്ചു തരണമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അവൾ അവിടെ നിന്ന് പോകുന്നതും. അത് കേട്ട് കിണിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ ദിവാകറും അമ്മായിയച്ഛനുമാണ് കഴിക്കാനായി ഇരിക്കുന്നതും. അത് കാണുന്ന റിച്ചയാണെങ്കിൽ അമ്മായിയമ്മയോട്, അമ്മ ഇരിക്ക്, ഞാൻ വിളമ്പി തരാമെന്ന് പറയും. എന്നാൽ അമ്മായിയമ്മ പറയുന്നത്, വേണ്ട, ആദ്യം അവർ കഴിച്ചു കഴിഞ്ഞിട്ടേ നമ്മൾ കഴിക്കാവൂ എന്നാണ് അമ്മായിയമ്മ പറയുന്നത്. ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞ ദിവാകർ ആണെങ്കിൽ ചായ കുടിക്കുവാനായി എടുക്കുന്ന സമയം റിച്ച ഒരു ഗ്ലാസുമായി അവനടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ അവനാണെങ്കിൽ ചായ കൊടുക്കുമെന്ന് റിച്ച പ്രതീക്ഷിച്ചു. പക്ഷെ ചായയൊന്നും കൊടുത്തില്ല. അവൻ ചായയും കുടിച്ചിട്ട് ഗ്ലാസ് കഴുകാതെ തന്നെ അവിടെ വെച്ചിട്ട് ഡ്യൂട്ടിക്കായിട്ടും പോകും. റിച്ചയാണെങ്കിൽ ഞെട്ടി നിൽക്കുകയാണ്. എല്ലാവരും ജോലിക്ക് പോയി കഴിഞ്ഞതിന് ശേഷമാണ് റിച്ചയും അമ്മയും ആഹാരം കഴിക്കുവാനായിരുന്നത്. അതും ആ ടേബിൾ വൃത്തിയാക്കുക പോലും ചെയ്യാതെയാണ് അവർ ആഹാരം കഴിക്കുവാനായിരിക്കുന്നതും. അച്ഛൻ കഴിച്ച അതേ പാത്രത്തിൽ തന്നെ അതൊന്ന് വൃത്തിയാക്കുക പോലും ചെയ്യാതെ അമ്മ ഇരുന്ന് കഴിക്കുന്നത് കണ്ട് റിച്ചയ്ക്ക് എന്തോ പോലെയാകുന്നു. അതേസമയം തന്നെ ഒരാൾ വന്നിട്ട് ജോലിക്കാരി കുറച്ച് ദിവസത്തേക്ക് വരില്ല എന്ന കാര്യം പറഞ്ഞിട്ട് പോവുകയാണ്. റിച്ചയാണെങ്കിൽ തന്റെ കൂട്ടുകാരികളെയൊക്കെ കോണ്ടാക്ട് ചെയ്യുവാനായും ശ്രമിക്കും. കൂട്ടുകാരികളൊക്കെ ആണെങ്കിൽ റിച്ച ഇല്ലാത്തതിനാൽ മറ്റു ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്തു തുടങ്ങി. റിച്ചയ്ക്കാണെങ്കിൽ നല്ല സങ്കടമുണ്ട്. അങ്ങനെ ഇരിക്കെ റിച്ചയുടെ അമ്മായിയമ്മയെ അവരുടെ മകളാണെങ്കിൽ വിദേശത്ത് നിന്നും ഫോൺ വിളിക്കുകയാണ്. മകൾ ഇപ്പോൾ പ്രഗ്നന്റ് ആണല്ലോ, അപ്പോൾ അവളുടെ കാര്യം നോക്കുവാനായിട്ട് അമ്മ അങ്ങോട്ട് ചെല്ലണമെന്നാണ് മകൾ പറയുന്നതും. റിച്ചയോട് ചോദിക്കുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ കുറച്ചു നാളത്തേക്ക് ചേട്ടത്തിക്കൊന്ന് നോക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ, നോക്കാൻ പറ്റും, ഞാനാണിപ്പോൾ ആഹാരമൊക്കെ കുക്ക് ചെയ്യുവാനായിട്ട് തുടങ്ങിയത്, ഞാൻ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചുവെന്നും റിച്ച പറയുന്നു. അങ്ങനെ അമ്മായിയമ്മയാണെങ്കിൽ പോകുവാനായും തീരുമാനിച്ചു. അതിനു മുൻപ് ആഹാരമൊക്കെ കുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം റിച്ചയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കൊണ്ടുപോകുവാനായിട്ടുള്ള പലഹാരമെല്ലാം അമ്മായിയമ്മ ഉണ്ടാക്കുന്നുമുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം റിച്ച എടുത്ത് കഴിക്കുന്നതൊന്നും അമ്മായിയമ്മയ്ക്ക് അത്ര ഇഷ്ടമാകുന്നതേയില്ല. അങ്ങനെ അമ്മായിയമ്മ ഗൾഫിലേക്കും പോയി. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് റിച്ചയായിരുന്നു. രാവിലെ തന്നെ എഴുന്നേറ്റ് അവൾ അടുക്കളയിലേക്കും പോയി. അതിനു മുൻപായിട്ട് അച്ഛന്റെ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. അതൊന്നും അവൾക്ക് കൃത്യമായി അറിയത്തില്ല. അച്ഛനുള്ള കോഫിയുമായിട്ടാണ് ചെല്ലുന്നതും. എന്നാൽ അച്ഛൻ അതിനു മുൻപ് ഒരു വെള്ളം കുടിക്കുമല്ലോ, ആ വെള്ളവും അവൾ എടുത്തു കൊടുക്കുകയാണ്. ഷർട്ടും പാന്റും ഒക്കെ എടുത്തു കൊടുക്കണം. അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ അച്ഛനുണ്ടല്ലോ. അതിനുശേഷം അവൾ അടുക്കളയിലേക്ക് വന്നു. ചട്നി അരയ്ക്കുവാനായി നോക്കും, പക്ഷെ പറ്റുന്നില്ല. കല്ലിൽ അരയ്ക്കാൻ പറ്റാത്ത റിച്ചയാണെങ്കിൽ അത് കൊണ്ടുവന്ന് മിക്സിയിൽ അരയ്ക്കുന്നു. എന്നാൽ മിക്സിയുടെ ശബ്ദമാണെങ്കിൽ പുറത്തിരുന്ന് അച്ഛൻ കേൾക്കുകയാണ് ചെയ്തതും. അച്ഛന് വല്ലാത്ത ദേഷ്യം വരും. മകനായ ദിവാകർ ആണെങ്കിൽ പുറത്ത് വിനോദത്തിനു വേണ്ടിയൊക്കെ പോയിട്ട് വീട്ടിലേക്കും വന്നു. രണ്ടുപേരും കഴിക്കുവാനായി ഇരിക്കുകയാണ്. റിച്ച കല്ലിൽ അരയ്ക്കാതെ മിക്സിയിൽ അരച്ച ആ ഒരു ചട്നി കൊണ്ടുവന്ന് വെച്ചത് അച്ഛൻ കഴിച്ചില്ല. കാരണം അച്ഛനെ കല്ലിൽ അരയ്ക്കുന്നതാണല്ലോ ഇഷ്ടം. അത് കഴിക്കാതെ മാറ്റി വെക്കുകയാണ്. റിച്ചയ്ക്കാണെങ്കിൽ വല്ലാതെ സങ്കടമാകും. ആഹാരം കഴിച്ചു കഴിഞ്ഞ് ദിവാകറും ഡ്യൂട്ടിക്ക് പോയി. അന്ന് ഉച്ചയ്ക്ക് ദിവാകറിനുള്ള ലഞ്ചാണെങ്കിൽ റിച്ച എത്തിച്ചില്ല. കാരണം ആഹാരം പാചകം ചെയ്ത് തീരുവാനായിട്ട് ഒരുപാട് ലേറ്റായി. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം കോഫി കുടിച്ചുകൊണ്ടാണ് തന്റെ ഡ്യൂട്ടിയൊക്കെ ദിവാകർ നോക്കിയതും. വൈകുന്നേരം വീട്ടിലെത്തിയ ഉടനെ തന്നെ റിച്ചയോട് ദിവാകർ പറയുന്നുണ്ട്, ഇന്നെനിക്ക് കൃത്യസമയത്ത് ആഹാരം കിട്ടാത്തതിനാൽ ഞാൻ കോഫി കുടിച്ചുകൊണ്ടാണ് ജോലി ചെയ്തത്. നാളെ മുതൽ കറക്റ്റ് സമയത്ത് എനിക്ക് ആഹാരം കിട്ടണമെന്നും റിച്ചയോട് പറയുന്നു. അടുത്ത ദിവസം റിച്ചയാണെങ്കിൽ ഒരു ബിരിയാണി ഉണ്ടാക്കുകയാണ്.
പക്ഷെ അത് കുക്കറിലാണ് ഉണ്ടാക്കിയതും. അച്ഛന് കൊടുത്ത സമയത്ത് അത് കുക്കറിലുണ്ടാക്കിയ ബിരിയാണിയാണെന്ന് അച്ഛന് മനസ്സിലായി. അപ്പോൾ അച്ഛൻ പറഞ്ഞത് ഇത് ബിരിയാണിയല്ല, ഇത് പുലാവാണ്. ബിരിയാണി നല്ലതാകണമെങ്കിൽ ദമ്മ് പൊട്ടിക്കണം, അതാണ് യഥാർത്ഥ ബിരിയാണി എന്നും അച്ഛൻ പറയുന്നു. അത് കേട്ട് റിച്ചയ്ക്ക് വല്ലാതെ വിഷമമാകും. അവൾ ഉണ്ടാക്കിയത് അച്ഛൻ കഴിച്ചതേയില്ല. മാത്രമല്ല പിന്നീടുള്ള ദിവസങ്ങളിലൊന്നും റിച്ചയുടെ പെരുമാറ്റമൊന്നും അച്ഛൻ ഇഷ്ടമാകുന്നതേയില്ലായിരുന്നു. ഉച്ചയ്ക്കൊക്കെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്റെ ഹെഡ്സെറ്റൊക്കെ വെച്ച് റിച്ച് പാട്ടൊക്കെ കേട്ട് ഡാൻസും കളിച്ചുകൊണ്ടേയിരിക്കും. അച്ഛന്റെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. അച്ഛന്റെ ചെരുപ്പെടുത്ത് കൊടുക്കുന്നതെല്ലാം അമ്മയായിരുന്നല്ലോ. ഇപ്പോൾ അച്ഛന്റെ തനിയെ എല്ലാം ചെയ്യേണ്ടി വന്നു. അതിന്റെ ദേഷ്യമാണ് അച്ഛന്. അന്നേ ദിവസം രാത്രി ഉറങ്ങുവാനായി എല്ലാവരും കിടക്കുന്ന സമയം കിച്ചണിലെ ജോലിയൊക്കെ കഴിഞ്ഞ് കിടക്കുവാനായി വരുന്ന റിച്ചയെ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുവാനായിട്ട് ദിവാകർ നിർബന്ധിക്കുന്നു. അപ്പോൾ റിച്ച പറയുന്നത് എന്റെ ദേഹം മുഴുവൻ കിച്ചണിലെ സ്മെല്ലാണെന്ന് പറയുമ്പോൾ ദിവാകർ പറയുന്നത് ലോകത്തിലേക്ക് വെച്ചേ ഏറ്റവും സെക്സിയസ്റ്റ് ആയിട്ടുള്ള സ്മെല്ലാണ് ഈ കിച്ചണിലെ സ്മെല്ലെന്ന് പറഞ്ഞിട്ട് അവളെ നിർബന്ധിക്കുകയാണ് ചെയ്യുന്നതും. മറ്റൊരു വശത്ത് അച്ഛനാണെങ്കിൽ അമ്മയെ ഫോൺ വിളിച്ചിട്ട് നീ നിന്റെ അസിസ്റ്റന്റിനെ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചില്ലേ എന്നൊക്കെ ചോദിക്കും. അസിസ്റ്റന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് റിച്ചയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവളോട് ഈ വീടൊക്കെ വൃത്തിയായി സൂക്ഷിക്കുവാനായിട്ട് പറയണമെന്നും അച്ഛൻ ഫോണിലൂടെ പറയുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ ഉറക്കമുണർന്ന റിച്ചയാണെങ്കിൽ എല്ലാവർക്കും കഴിക്കുവാൻ വേണ്ടിയിട്ട് ഉച്ചക്കലത്തേക്ക് ബിരിയാണി ഉണ്ടാക്കി. യൂട്യൂബിലൊക്കെ നോക്കിയാണ് അവൾ ബിരിയാണി ഉണ്ടാക്കുന്നതും. മാത്രമല്ല ആ വീടെല്ലാം നന്നായി വൃത്തിയാക്കുകയും ചെയ്തു. ദിവാകരന് കഴിക്കുവാനായിട്ട് ബിരിയാണി ഉണ്ടാക്കി വേലക്കാരന്റെ കയ്യിൽ കൊടുത്തുവിടുകയും ചെയ്തു. അച്ഛൻ കഴിക്കുവാനായി എത്തിയപ്പോൾ എങ്ങനെയുണ്ട് ബിരിയാണി എന്ന് റിച്ച ചോദിച്ചപ്പോൾ ഉപ്പില്ല എന്ന് കുറ്റം പറഞ്ഞിട്ട് അയാൾക്കായിട്ട് വിളമ്പി വെച്ച ബിരിയാണി മുഴുവൻ തിന്നിട്ടാണ് അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതും. റിച്ചയ്ക്കാണെങ്കിൽ വല്ലാതെ വിഷമമായി. കുറ്റമാണല്ലോ പറഞ്ഞിരിക്കുന്നത്. വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചെത്തിയ ദിവാകർ പറയുന്നത് ഉച്ചയ്ക്ക് ബിരിയാണിയല്ലേ കഴിച്ചത്, രാത്രി ബിരിയാണി വേണ്ട, ചപ്പാത്തി ഉണ്ടാക്കുവാനും അവളോട് പറയുന്നു. അവൾ പറയുന്നത് ഒരുപാട് ബിരിയാണി ഇരിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യാനാ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയണ്ട, ചപ്പാത്തി ഉണ്ടാക്കുവാനായിട്ടാണ് ദിവാകർ പറയുന്നത്. അതുപോലെ തന്നെ അവൾ ചെയ്തു കൊടുത്തു. അടുത്ത ദിവസവും റിച്ചയാണെങ്കിൽ ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതെല്ലാം മനസ്സില്ലാ മനസ്സോടെയാണ് അച്ഛനും മകനും കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകുന്നതും. അതെല്ലാം അവൾ അവളുടെ അമ്മയോട് പറയുന്നു. എനിക്ക് തോന്നുന്നത് ഞാനിവിടെ ഉണ്ടാക്കുന്ന ആഹാരമൊന്നും ഇവർക്ക് ആർക്കും ഇഷ്ടമാകുന്നില്ലെന്നാണ്. ഇവിടെ കുക്കിനെ വെക്കുവാനായിട്ട് ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന് പറയുമ്പോൾ അമ്മ പറയുന്നത് വേണ്ട, നീ ഒന്ന് സമാധാനപ്പെട്, ഇപ്പോഴുള്ളതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകുവാനായിട്ടും അമ്മ പറയുന്നു. എനിക്ക് പഴയതുപോലെ ഡാൻസ് ടീച്ചർ ജോലിയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് താല്പര്യമുണ്ട്, പക്ഷെ ഇവിടുത്തെ ജോലി കാരണം എനിക്കൊന്നും പറ്റുന്നില്ല എന്ന സങ്കടവും അവൾ അമ്മയോട് പറയുകയാണ്. എന്നത്തെയും പോലെ അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങുവാനായി പോകുന്നതിന് മുൻപ് അടുക്കളയെല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് റിച്ച പോകുന്നതും. സിങ്ക് എല്ലാം നിറഞ്ഞു കവിഞ്ഞിരുന്നു. അതിനുള്ളിലെ വേസ്റ്റ് മനസ്സില്ലാ മനസ്സോടെയാണ് കൈയിട്ടെടുത്തിട്ട് റിച്ച കൈ കഴുകുന്നതും. അവളുടെ കയ്യിലാകെ നല്ല സ്മെല്ലായിരുന്നു. ക്ഷീണിച്ച് തളർന്നു കിടക്കുന്ന റിച്ചയെ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുവാനായിട്ട് ദിവാകർ നിർബന്ധിക്കുന്നു. അവളും അതിന് വഴങ്ങിക്കൊടുക്കുന്നു. അവളുടെ സമ്മതമോ ഒന്നും ദിവാകർ നോക്കുന്നതേയില്ല. അടുത്ത ദിവസം അടുക്കളപ്പണി എന്നത്തെയും പോലെ ചെയ്യുകയാണ്. സിങ്ക് ആണെങ്കിൽ ലീക്കായി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ദിവാകറിനോട് ഒരു പ്ലംബറിനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് പോലും പല സമയത്തും ദിവാകർ മറന്നു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അടുക്കള ആകെ കുളമായി കിടക്കുകയാണ്. അതേസമയം റിച്ചയുടെ കൂട്ടുകാരി അവളെ ഫോൺ വിളിച്ചിട്ട് എനിക്കൊരു സ്റ്റേജ് കിട്ടിയിട്ടുണ്ട്, ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഞാൻ പെർഫോം ചെയ്യാൻ പോവുകയാ, നീ വരണം അത് കാണാൻ എന്നൊക്കെ റിച്ചയോട് പറയുന്നു. റിച്ചയ്ക്കാണെങ്കിൽ സന്തോഷവുമുണ്ട് സങ്കടവുമുണ്ട്. തന്നോടൊപ്പമുള്ള കൂട്ടുകാരിക്ക് നല്ല ഉയർച്ചയിലേക്ക് പോകുന്നത് കാണുമ്പോൾ അവൾക്ക് നല്ല സന്തോഷമുണ്ട്. പക്ഷെ തന്റെ ലൈഫ് ഇങ്ങനെ അടുക്കളയിലായി പോകുന്നല്ലോ എന്നോർത്ത് സങ്കടവുമുണ്ട് അവൾക്ക്. അതേസമയം തന്നെ കിച്ചണിലിരുന്ന് ഫോൺ വിളിക്കുകയായിരുന്നല്ലോ ആ കൂട്ടുകാരി. വീഡിയോ കോളാണ് വിളിക്കുന്നതും. അവളുടെ ഹസ്ബൻഡ് പുറകിൽ നിന്നും അവളെ കിച്ചണിൽ സഹായിക്കുന്നതെല്ലാം റിച്ച കാണുന്നുണ്ട്. ഒരു സങ്കടത്തോടെയാണ് റിച്ച അതെല്ലാം നോക്കുന്നതും. തുണി കഴുകുവാനായിട്ട് വാഷിംഗ് മെഷീനിൽ ഇടുന്ന സമയത്ത് അച്ഛൻ വന്നിട്ട് പറയുന്നുണ്ട് എന്റെ തുണി വാഷിംഗ് മെഷീനിലിട്ട് കഴുകണ്ട, അത് കല്ലിലുരച്ച് കഴുകിയാൽ മതി, വാഷിംഗ് മെഷീനിലിട്ട് കഴുകിയാൽ തുണിയെല്ലാം ചീത്തയാക്കി പോകുമെന്ന് അച്ഛൻ പറയുന്നതിനാൽ അച്ഛന്റെ തുണികളെല്ലാം റിച്ച വാരിക്കൊണ്ടുവന്നിട്ട് കഴുകുന്നു. അവൾക്കാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെയൊക്കെയുണ്ട്. എന്നാൽ അന്ന് വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് ദിവാകർ വീട്ടിലേക്ക് വരുന്ന സമയം സിങ്ക് ലീക്കാകുന്ന കാര്യം ദിവാകറിനോട് അവൾ പറയുന്നു. അപ്പോൾ ദിവാകർ പറയുന്നത് ഞാൻ മറന്നുപോയി, അതുകൊണ്ടാ ആളിനെ കൊണ്ടുവരാത്തതെന്ന്. ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യാൻ ഒരു ജോലിക്കാരിയെ കൂടി ഏർപ്പാടാക്കണം, ഇവിടുത്തെ ജോലികൾ കാരണം എനിക്ക് എന്റെ ജോലി ചെയ്യുവാനായി പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അത് കേട്ട് ദിവാകർ ചോദിക്കുന്നത് നിനക്ക് ജോലിയോ, നിനക്ക് എന്ത് ജോലിയാന്ന് ചോദിക്കുമ്പോൾ ഞാനേ ഡാൻസ് സ്കൂളിലെ ടീച്ചറായിട്ട് കയറുവാനായി നോക്കുകയാ,
അതിന് നീ കയറിയില്ലല്ലോ. മുൻപ് നീ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ നിനക്ക് വലിയ സാലറി ഒന്നും ഇല്ലല്ലോ. അത് കേട്ട് റിച്ച പറയുന്നത്, എനിക്ക് സാലറി കിട്ടാൻ ഞാനതിന് ട്രൈ ചെയ്ത് നോക്കിയാലല്ലേ നടക്കത്തുള്ളൂ എന്നാണ് അവൾ പറയുന്നത്. എന്നാൽ ദിവാകർ ആണെങ്കിൽ അതിനൊന്നും ഉത്തരം കൊടുക്കാതെ, നീ എന്തായാലും ഇവിടുത്തെ കാര്യങ്ങൾ നോക്ക്, എനിക്കുള്ള ആഹാരം എടുത്തു വെക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അവന് വലിയ താല്പര്യമില്ല എന്ന് ആ സംസാരത്തിൽ നിന്നും റിച്ചയ്ക്ക് മനസ്സിലായി. അന്നേ ദിവസവും അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. സിങ്ക് ആണെങ്കിൽ ലീക്കായി വെള്ളം പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. അവളാണെങ്കിൽ അതെല്ലാം വൃത്തിയാക്കിക്കൊണ്ട് നിൽക്കുന്ന സമയം ആഹാരമെല്ലാം കഴിച്ച് അച്ഛനും മകനും റൂമിലേക്കും പോയി. റൂമിൽ നിന്നുകൊണ്ട് ദിവാകർ ആണെങ്കിൽ റിച്ചയെ വിളിക്കും. എന്തിനാണ് അവൻ വിളിക്കുന്നത് എന്നുള്ള കാര്യം റിച്ചയ്ക്ക് നന്നായി അറിയാം. എന്നാൽ അന്നേ ദിവസം രാത്രി റിച്ചയാണെങ്കിൽ റൂമിലേക്ക് പോകില്ല. അവൾ ജോലിയെല്ലാം കഴിഞ്ഞ് അവിടുത്തെ സെറ്റിയിൽ വന്ന് കിടന്ന് ഉറങ്ങിപ്പോകും. അടുത്ത ദിവസം രാവിലെ റിച്ചയ്ക്ക് പീരീഡ്സ് ആയി. അക്കാര്യം അവൾ ദിവാകറിനോട് പറഞ്ഞു. ദിവാകർ പറയുന്നത്, ആ ഒരു 4 ദിവസം നീ ഇനി കിച്ചണിലേക്ക് പോകണ്ട, നീ റൂമിൽ റെസ്റ്റ് എടുത്താൽ മതി. എനിക്ക് പാഡ് വേണമെന്ന് റിച്ച പറയുമ്പോൾ, നിനക്കുള്ള പാഡെല്ലാം ഞാൻ നഴ്സിൻ്റെ വാങ്ങി കൊടുത്തുവിടാം, പിന്നെ രാവിലത്തേക്കുള്ള കാപ്പിയും ഉച്ചക്കലത്തെ ആഹാരമെല്ലാം ഞാൻ വാങ്ങി വെച്ചിട്ട് പോകാമെന്നും പറഞ്ഞിട്ടാണ് ദിവാകർ അവിടെ നിന്ന് പോകുന്നതും. അങ്ങനെ റിച്ചയാണെങ്കിൽ റൂമിൽ റെസ്റ്റ് എടുക്കുകയാണ്. ദിവാകർ രാവിലത്തേക്കുള്ള കാപ്പിയും ഉച്ചക്കലത്തേക്കുള്ള ഫുഡും എല്ലാം ഹോട്ടലിൽ നിന്നും വാങ്ങി അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ 4 ദിവസത്തേക്ക് വീട് തൂക്കുവാനും തുടയ്ക്കുവാനും അവിടെ ആഹാരമൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അടുത്തുള്ളൊരു സ്ത്രീ വരികയാണ്. അവർ റിച്ചയെ കണ്ട് പറയുന്നത്, ഈ വീട്ടിലെ സ്ത്രീകൾക്ക് ആകെ റെസ്റ്റ് കിട്ടുന്നത് ഈ ഒരു 4 ദിവസമാ, അത് എൻജോയ് ചെയ്യണം. അല്ലാതെ എപ്പോഴും ഇവിടെ തൂത്തും തുടച്ചും ഇവിടുത്തെ അടുക്കളയിലും കിടന്ന് അവർക്ക് ഒരു റെസ്റ്റ് പോലും കിട്ടാതെയാ അവരിവിടെ ജീവിക്കുന്നത്. അത് കേട്ട് റിച്ച ചോദിക്കുന്നത്, ഇവിടെ മുൻപ് വേലക്കാരികളൊന്നും നിന്നിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ, നിന്നിട്ടുണ്ട്, പക്ഷെ അവരൊന്നും അധികനാൾ ഇവിടെ നിൽക്കത്തില്ല. ഇവിടെയുള്ളവരെല്ലാം ജാതിയുടെ പേരും അവരുണ്ടാക്കുന്ന ആഹാരത്തിന്റെ പേരിലുമൊക്കെ അവരെ ഒരുപാട് കുറ്റം പറയുന്നതിനാൽ അധികനാൾ നിൽക്കാതെ ഇവിടെ നിന്ന് പോകും. പിന്നെ ഞാനിതൊന്നും മൈൻഡ് ചെയ്യത്തില്ല, അതുകൊണ്ട് ഞാനിവിടേക്ക് അങ്ങ് പിടിച്ചു നിൽക്കും. പിന്നെ എനിക്ക് പീരീഡ്സ് ആയെന്നോ ഇല്ലെന്നോ എന്നൊന്നും ഇവരാരും തിരക്കാൻ പോകുന്നില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് തോന്നുന്ന സമയത്തെല്ലാം ഞാൻ കയറി ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമെന്നും അവർ പറയുന്നു. അങ്ങനെ രണ്ടുപേരും അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കും. റിച്ചയ്ക്ക് ആകെ സമാധാനം കിട്ടിയത് ഈ 4 ദിവസവുമാണ്. 4 ദിവസവും അവൾ റൂമിൽ കിടന്നുറങ്ങുകയും അവളുടെ ഡാൻസ് പ്രോഗ്രാമിന്റെയൊക്കെ വീഡിയോ കണ്ടുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതേസമയം ജോലിക്കാരി ഉണ്ടാക്കുന്ന ആഹാരമൊന്നും അച്ഛനും മകനും ഒട്ടും ഇഷ്ടമാകുന്നതേയില്ല. മനസ്സില്ലാ മനസ്സോടെയാണ് ആഹാരമൊക്കെ കഴിക്കുന്നതും. റിച്ച ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്യുകയും ഒരു ഡാൻസ് ടീച്ചറിന്റെ വേക്കൻസി വന്നപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്തു. 4 ദിവസം കഴിഞ്ഞ് റിച്ച വീണ്ടും അടുക്കളയിലേക്ക് കയറി. ഫുഡ് കഴിക്കുവാനായി വന്നിരിക്കുന്ന അച്ഛനോടും മകനോടും, ഞാനൊരു ജോലിക്ക് അപ്ലൈ ചെയ്തു, ജോലി റെഡിയാവുകയാണെങ്കിൽ ഞാൻ പോകുമെന്ന് പറയുമ്പോൾ, ഏത് ജോലിയാണെന്ന് അച്ഛൻ ചോദിക്കും. അത് ഡാൻസ് ടീച്ചർ ആയിട്ടാണെന്ന് റിച്ച പറയുന്നു. ഞങ്ങളുടെ ഈ കുടുംബമേ കുറച്ച് റെപ്യൂട്ടഡ് ആയിട്ടുള്ള കുടുംബമാണ്. ഇവിടെയുള്ള സ്ത്രീകൾ ആരും ഇങ്ങനെയുള്ള ജോലിക്കൊന്നും പോയിട്ടില്ല. മാത്രമല്ല, നിന്റെ അമ്മായിയമ്മയും ഒരു ജോലിക്കും പോകണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് സ്ത്രീകളൊക്കെ വീട്ടിലിരുന്നാൽ മതിയെന്നും അമ്മായി അച്ഛൻ പറയുന്നു. അതിന് റിച്ച മറുപടി കൊടുക്കുന്നതേയില്ല. അന്ന് വൈകുന്നേരം തന്നെ ഇവരുടെയൊക്കെ ഒരു ബന്ധുവാണെങ്കിൽ വീട്ടിലേക്ക് വരികയാണ് ഒരു അങ്കിളും ആന്റിയും. അവരോരോരുത്തരും അവർക്ക് കുടിക്കുവാൻ ആവശ്യമായ കാര്യങ്ങളെല്ലാം അവളോട് ഒരു ഹോട്ടലിൽ വെയിറ്ററിനടുത്ത് ഓർഡർ ചെയ്യുന്നത് പോലെ ഓർഡർ ചെയ്തുകൊണ്ടേയിരുന്നു. ഒരാൾക്ക് ബ്ലാക്ക് കോഫി വേണം, ഒരാൾക്ക് ചായ വേണം, അങ്ങനെ പലതും. അങ്ങനെ അവളാണെങ്കിൽ ബ്ലാക്ക് കോഫി ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുത്തു. അങ്കിളാണെങ്കിലോ ആ ഒരു കോഫിയെ കുറ്റം പറയുകയാണ് ചെയ്യുന്നതും. അതിൽ അങ്ങനെ ചേർത്തത് പോരാ, ഇങ്ങനെ ചേർത്തത് പോരാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് കേട്ട് അങ്കിളിന്റെ വൈഫാണെങ്കിൽ, ഇത് ഹോട്ടലൊന്നുമല്ലല്ലോ, ഇപ്പോൾ എന്തായാലും കൊണ്ടുവന്നത് കഴിക്കുവാനായി അങ്കിളിനോട് പറഞ്ഞു. അങ്കിൾ അത് കുടിക്കും. എന്നിട്ട് പറയുന്നത്, ഇന്ന് രാത്രിയിലെത്തിക്കുള്ള ഡിന്നർ ഉണ്ടല്ലോ, നിങ്ങൾ ഉണ്ടാക്കണ്ട, ഞങ്ങൾ ഉണ്ടാക്കിക്കൊള്ളാം. ഞങ്ങൾ 2 ആണുങ്ങൾ കയറി ആഹാരം പാചകം ചെയ്യാം, നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അരിഞ്ഞു തന്നാൽ മതിയെന്നും പറഞ്ഞു. അതുപോലെ തന്നെ റിച്ചയും ആ ആന്റിയും ചെയ്തു. ആഹാരമെല്ലാം അവരുണ്ടാക്കി. എല്ലാം കഴിച്ചു കഴിഞ്ഞ് അടുക്കളയിലേക്ക് ചെന്ന റിച്ചയാണെങ്കിൽ ആ ഒരു കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. അടുക്കളയെല്ലാം വളരെ അലങ്കോലമാക്കിയിട്ടിരിക്കുകയാണ്. അവൾക്ക് വട്ടെടുത്തു. അത് കാണുന്ന ആന്റി പറയുന്നത്, ഇതാ പറയുന്നത് ഇവരെയൊന്നും അടുക്കളയിൽ കയറ്റരുതെന്ന്. ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമോ എന്ന് ചോദിക്കുമ്പോൾ, വേണ്ട, നാളെ രാവിലെ ആന്റിക്ക് പോകാനുള്ളതല്ലേ, അതുകൊണ്ട് പോയി കിടന്നോളാനായി പറയുന്നു. എന്നിട്ട് അവിടെ മാകെ റിച്ച് വൃത്തിയാക്കുന്നു. അവളുടെ ജോലിയാണെങ്കിൽ ചെയ്തിട്ടും തീരുന്നതേയില്ല. അതിനിടയ്ക്ക് സിങ്ക് ലീക്കായി വെള്ളം താഴേക്ക് വീണുകൊണ്ടേയിരുന്നു. അടുത്ത ദിവസം ദിവാകറൊക്കെ പോയി കഴിഞ്ഞ ഉടനെ തന്നെ അവളാണെങ്കിൽ ഇന്റർവ്യൂവിന് പോകുവാനായി റെഡിയാവുകയായിരുന്നു. അത് അച്ഛൻ കാണും. എവിടേക്ക് പോവുകയാണെന്ന് ചോദിക്കുമ്പോൾ, അത് ഞാൻ ജോലിക്കുള്ള ഇന്റർവ്യൂവിന് പോവുകയാണെന്നും റിച്ച പറയുന്നു. എന്തിനാ ജോലിക്ക് പോകുന്നത്? ഈ കുടുംബത്തിലുള്ള ഒരു സ്ത്രീകളും ജോലിക്ക് പോയിട്ടില്ല. ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല. സ്ത്രീകള് വീട്ടിലെ കാര്യങ്ങളാണ് നോക്കേണ്ടത്.
നിന്റെ അമ്മായിയമ്മ PG വരെ പഠിച്ചിട്ടുണ്ട്. എന്നിട്ടവർ ജോലിക്കൊന്നും പോയില്ലല്ലോ. അവർ വീട്ടിലിരുന്ന് നന്നായി നോക്കിയത് കൊണ്ടാണ് ദിവാകർ ദേ ഇപ്പോൾ ഒരു ഡോക്ടർ ആയത്. അതുപോലെ നീയും എങ്ങും പോകണ്ട, വീട്ടിലിരുന്നാൽ മതിയെന്നും അച്ഛൻ പറയുന്നു. അത് കേട്ട് റിച്ചയ്ക്ക് വല്ലാത്ത സങ്കടം വരും. വീണ്ടും അവളുടെ ജീവിതം അടുക്കളയിൽ തന്നെയായി. അന്നേ ദിവസം വൈകിട്ട് റിച്ചിയെ ഫോൺ വിളിച്ച ആ ഒരു കൂട്ടുകാരിയുണ്ടല്ലോ, അവളുടെ വീട്ടിലേക്ക് ഫുഡ് കഴിക്കുവാനായിട്ട് ഇവർ രണ്ടുപേരെയും അവൾ ക്ഷണിച്ചു. ആയതിനാൽ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് കൂട്ടുകാരിയുടെ ഹസ്ബൻഡ് ആണെങ്കിൽ കഴിച്ച പാത്രം എടുക്കുന്നത് കണ്ട് ദിവാകറും ഞാനും കൂടി എടുക്കാമെന്ന് പറഞ്ഞ് പാത്രവും എടുക്കുന്നു. അത് കാണുന്ന റിച്ച ഞെട്ടിപ്പോകും. എന്നിട്ട് കൂട്ടുകാരിയോട് പറയും, ദേ വീട്ടിലാണെങ്കിലേ കഴിച്ച പാത്രം പോലും എടുക്കത്തില്ല, പിന്നെ എന്തിനും ഏതിനും റിച്ച റിച്ച എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കും. ഒരു ഡ്രസ്സ് പോലും സ്വന്തമായി എടുത്തിടത്തില്ല, ഞാൻ എടുത്തു കൊടുക്കണം എന്നൊക്കെ പറയുന്നത് കേട്ട് ദിവാകറിന് വല്ലാത്ത ദേഷ്യം വരും. അവളൊരു തമാശയ്ക്ക് പറഞ്ഞതാണ്. കൂട്ടുകാരിയും ഹസ്ബൻഡും ഇല്ലാത്ത തക്ക നോക്കി റിച്ചയെ ഒരുപാട് വഴക്ക് പറയും. നീ നിന്റെ കൂട്ടുകാരിയുടെയൊക്കെ മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ചില്ലേ, എന്നെ കളിയാക്കിയില്ലേ എന്നൊക്കെ പറയുമ്പോൾ റിച്ച പറയുന്നത് അത് ഞാൻ വെറുതെ തമാശയ്ക്ക് ചെയ്തതാണെന്ന് പറയും. എന്നാൽ വീട്ടിലെത്തുന്നത് വരെയും ദിവാകറിന് നല്ല ദേഷ്യമായിരുന്നു. വീട്ടിലെത്തിയിട്ടും റിച്ചയോടൊന്നും മിണ്ടുന്നത് പോലുമില്ല. അവൾ ഒരുപാട് തവണ നിർബന്ധിച്ചു നോക്കി. അപ്പോഴെല്ലാം പറയുന്നത് നീ എന്നോട് മിണ്ടരുത് എന്ന് തന്നെയായിരുന്നു. നീ എന്നോട് സോറി പറ, എന്നാൽ മാത്രം ഞാൻ നിന്നോട് മിണ്ടാം. നീ ചെയ്ത തെറ്റാണെന്ന് മനസ്സിലാക്കി വേണം സോറി പറയുവാനേയും പറഞ്ഞു. വേറെ വഴിയില്ലാത്ത റിച്ചയാണെങ്കിൽ ദിവാകറിനോട് സോറി പറഞ്ഞു. എന്നാൽ ഉടനെ തന്നെ അവളെ സെക്സിൽ ഏർപ്പെടുവാനായിട്ട് അയാൾ നിർബന്ധിക്കുകയും ചെയ്തു. മനസ്സില്ലാ മനസ്സോടെയാണ് അവൾ അതിന് നിന്നു കൊടുക്കുന്നതും. പിന്നീടുള്ള ദിവസങ്ങളിൽ അവളുടെ മാനസികാവസ്ഥ വല്ലാതെ വഷളായിക്കൊണ്ടേയിരുന്നു. ഒരിക്കൽ ദിവാകർ ആണെങ്കിൽ അവന്റെ ജോലി സംബന്ധമായി മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടതായി വന്നു. അതിന് എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്തിരിക്കുകയാണ്. അരമണിക്കൂർ എടുക്കും വണ്ടി വരുവാനായിട്ട്. അപ്പോൾ ദിവാകർ ആണെങ്കിൽ റിച്ചിയോട് പറയുന്നുണ്ട്, ഇനിയൊരു അരമണിക്കൂർ എടുക്കും, ആ സമയം നമുക്ക് ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടാമെന്ന് പറയുന്നു. എന്നാൽ റിച്ചി ആണെങ്കിൽ ആദ്യമൊന്നും അതിന് സമ്മതിക്കത്തില്ല. എന്നാൽ ദിവാകർ ആണെങ്കിൽ വീണ്ടും ബലമായി അവളോട് ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുവാനായി ശ്രമിക്കുന്ന സമയത്ത് അവൾ പറയുന്നുണ്ട്, ഒരു ഫോർ പ്ലേ പോലും ഇല്ലാതെ പല തവണയായി നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് വേദനയാണെന്ന് ഉണ്ടാകുന്നത്. എനിക്കും ഓരോരോ ആഗ്രഹങ്ങളുണ്ട്, നിങ്ങൾ അതൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഓ അപ്പോൾ നിനക്ക് എല്ലാ കാര്യവും അറിയാമല്ലേ, ഫോർ പ്ലേയെ കുറിച്ചൊക്കെ നിനക്കറിയാമല്ലേ, എനിക്ക് ഫോർ പ്ലേ ഇല്ലെന്നല്ലേ നീ പറയുന്നത് എന്നൊക്കെ അവളോട് ചോദിക്കുന്നു. എന്നിട്ട് അയാൾ പറയുന്നത്, എപ്പോൾ നിന്റെ അടുത്തേക്ക് ഞാൻ വന്നാലും നീ എന്താ പറയുന്നത്, നിനക്ക് കിച്ചണിലെ സ്മെല്ലാണെന്നല്ലേ, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ എന്നൊക്കെയുള്ള രീതിയിലാണ് ദിവാകർ സംസാരിക്കുന്നതും. അടുത്ത ദിവസം അവരുടെ വീട്ടിൽ എന്തോ പൂജ തുടങ്ങുവാനായി പോകുന്നത് സംബന്ധിച്ച് വ്രതം എടുക്കേണ്ടതായി വന്നു. അപ്പോൾ ഒരു അമ്മായിയമ്മ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുവാനായി വന്നത് ഈ ദിവാകറിന്റെ ആന്റിയായിരുന്നു. അമ്മായിയമ്മ അവിടെ ഇല്ലാത്തതിനാലാണ് അമ്മായിയമ്മ ചെയ്തു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് ഈ ആന്റി വന്നിരിക്കുന്നതും. ആന്റി വന്ന ഉടനെ തന്നെ കിച്ചണിലേക്ക് കയറി. എന്നിട്ട് കിച്ചണില് അവൾ ഓരോ സാധനങ്ങളൊന്നും പറക്കി വെച്ചിരിക്കുന്നത് ശരിയായില്ല, കിച്ചൺ വൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് അവളെ കുറ്റം പറയുവാനായും ആരംഭിച്ചു. എന്നിട്ട് അവർ പറയുന്നത്, എനിക്ക് കുക്കിംഗ് ഒരുപാട് ഇഷ്ടമാ, നിന്റെ അമ്മായിയമ്മയ്ക്കും കുക്കിംഗ് പഠിപ്പിച്ചു കൊടുത്തത് ഞാനാണെന്നൊക്കെ പറയും. അത് കേട്ട് റിച്ചയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമേ ഡാൻസിനോടാ എന്ന് പറഞ്ഞ് അവൾ ഓൺലൈനായിട്ട് അവളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൊക്കെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഡാൻസിന്റെ വീഡിയോ എല്ലാം ആന്റിക്ക് കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ അതെല്ലാം കണ്ട് ദേഷ്യത്തോടെയാണ് റിച്ചയെ അവർ നോക്കുന്നതും. അവർക്കത് ഒട്ടും ഇഷ്ടമായതേയില്ല. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ഇനി മുതൽ നീ വ്രതം ആരംഭിക്കണം. നിന്റെ അമ്മായിയമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്തുണ്ടാക്കി വെച്ചാലും നിനക്കത് തൊട്ടു നക്കുന്നൊരു ശീലമുണ്ടെന്ന്, അതിനി ഇവിടെ വേണ്ട, എങ്കിൽ നിന്റെ വ്രതം മുടങ്ങിപ്പോകുമെന്ന് പറയും. എന്നിട്ട് എല്ലാവരും ഫുഡ് കഴിക്കുവാനായി ഇരിക്കും. ഈ ആന്റിക്കാണെങ്കിൽ വ്രതം പിടിച്ചതിനാൽ തല കറങ്ങുന്നുണ്ടായിരുന്നു. അവർക്ക് ഷുഗറിന്റെയും പ്രഷറിന്റെയും ഒക്കെ പ്രശ്നമുണ്ട്. അത് കാണുന്ന റിച്ച് ചോദിക്കുന്നത്, ഇത്രയും പ്രശ്നമുണ്ടായിട്ടും എന്തിനാണ് ആന്റി ഇങ്ങനെ വ്രതം പിടിക്കുന്നത്? അപ്പോൾ ആന്റി പറയുന്നത്, ഞാനിത് പണ്ടേ ചെയ്യുന്നതാ, നിങ്ങളുടെ ജനറേഷന് അതൊക്കെ മോശമായിട്ട് തോന്നുന്നതിന് എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, ഞാനിത് മുൻപേ ശീലിച്ചതാണെന്നും ആന്റി പറയുന്നു. അങ്ങനെ അന്നത്തെ ദിവസത്തെ വ്രതമാണെങ്കിൽ വൈകിട്ട് മുറിക്കുകയാണ്. അത് കഴിഞ്ഞ് ആന്റി എല്ലാവരുടെയും മുന്നില് റിച്ചയുടെ ആ ഒരു ഡാൻസ് വീഡിയോ ഓൺലൈനായിട്ട് അവൾ പോസ്റ്റ് ചെയ്തില്ലേ, അത് കാണിച്ചു കൊടുക്കുന്നു. അത് കണ്ട് എല്ലാവരും ഒരു വല്ലാത്തൊരവസ്ഥയിലിരിക്കുകയാണ്. ഉടനെ തന്നെ അടുക്കളയിൽ നിൽക്കുകയായിരുന്ന റിച്ചയ്ക്ക് അടുത്തേക്ക് വന്ന ദിവാകർ ആണെങ്കിൽ, നീ നിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൊക്കെ നിന്റെ ഡാൻസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ, അതെല്ലാം ഡിലീറ്റ് ആക്കണമെന്ന് പറയും. അത് കേട്ട് റിച്ചയാണെങ്കിൽ, പറ്റത്തില്ല, ഞാൻ ഡിലീറ്റ് ചെയ്യത്തില്ല എന്ന് പറയുമ്പോൾ, ഈ വീടിന് കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്, അത് നീ ഫോളോ ചെയ്യണമെന്നും റിച്ചയോട് അവൻ പറയുന്നു. എനിക്കതിനൊന്നും സാധിക്കത്തില്ല എന്ന് റിച്ച മുഖത്തടിച്ചതുപോലെ പറയും. ഒന്നും മിണ്ടാതെ ദിവാകർ അവിടെ നിന്നും ഇറങ്ങിപ്പോകും. അടുത്ത ദിവസം ദിവാകറിന്റെ അച്ഛന്റെ പിറന്നാളായിരുന്നു. അതിന്റെ ആഘോഷം നടക്കുകയാണ്. അവരുടെ ഒരുപാട് സുഹൃത്തുക്കളെല്ലാം അവിടേക്ക് വന്നിട്ടുണ്ട്. ആ വീട്ടിൽ റിച്ചയെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് ഒരു മനുഷ്യ കുഞ്ഞുങ്ങൾ പോലും ഇല്ലായിരുന്നു. വന്നു കയറി ആന്റി തന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതി, പക്ഷെ അതുമില്ല. പിറന്നാൾ ആഘോഷത്തിനായി എത്തിയ എല്ലാവർക്കും വേണ്ടിയിട്ട് ആഹാരം ഉണ്ടാക്കുവാനായിട്ട് റിച്ചയാണെങ്കിൽ അടുക്കളയിലേക്ക് പോകും.
എന്നാൽ അവളുടെ മനസ്സാണെങ്കിൽ തളർന്ന അവസ്ഥയിലാണ്. അവൾക്കൊന്നും ഉണ്ടാക്കുവാനേ തോന്നിയില്ല. അവൾ അവിടുത്തെ ചെയറിൽ തന്നെ ഇരിക്കും. അതേസമയം റിച്ച എന്നൊരാള് അവിടെ ഉണ്ടെന്ന് പോലും മൈൻഡ് ചെയ്യാതെ എല്ലാവരും ചേർന്ന് കേക്ക് കട്ട് ചെയ്ത് കഴിക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ലെമൺ ജ്യൂസ് കുടിക്കുവാനായും തോന്നി. ആർക്കൊക്കെ ലെമൺ ജ്യൂസ് വേണമെന്ന് ചോദിക്കുമ്പോൾ ഓരോരുത്തരായി കൈപൊക്കിയിട്ട് അവരവർക്ക് ഏതൊക്കെയാണ് ഇഷ്ടമെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ചിലർക്ക് മധുരം വേണം, ചിലർക്ക് ഉപ്പ് വേണം, ചിലർക്ക് മധുരം കുറച്ച് വേണം. അങ്ങനെ പല പല ആവശ്യങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടേയിരുന്നതും. അപ്പോൾ ഉടനെ തന്നെ വേലക്കാരനാണെങ്കിൽ അടുക്കളയിൽ ഇരിക്കുന്ന റിച്ചയ്ക്കടുത്തേക്ക് വന്നിട്ട് ഓരോരുത്തരും ആവശ്യപ്പെട്ട രീതിയിൽ ഒരു വെയിറ്ററിനടുത്ത് പറയുന്നത് പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതെല്ലാം കേട്ട് മിണ്ടാതിരിക്കുകയാണ് റിച്ച. അവളാണെങ്കിൽ തകർന്നിരിക്കുകയാണ്. അവൾക്ക് ഒട്ടും വയ്യ. ഡെയിലി എഴുന്നേറ്റ് അടുക്കളയിൽ കയറി കയറി അവൾക്ക് ജീവിതമേ മടുത്ത അവസ്ഥയാണ്. അതേസമയം പാർട്ടി നടക്കുന്നിടത്ത് ഒരാളാണെങ്കിൽ ഒരു സ്റ്റെപ്പ് കളിച്ച് കാണിച്ചിട്ട്, ദേ നിന്റെ വൈഫ് ഇതുപോലെയാ കളിക്കുന്നത് എന്ന് പറയുന്നു. അത് കേട്ട് ദിവാകരന് ദേഷ്യം വരും. ഇതുവരെയും അവൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തില്ലേ എന്ന് വിചാരിച്ച് അടുക്കളയിലേക്ക് വന്നിട്ട് ആ ഒരു കാരണം പറഞ്ഞ് റിച്ചയെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഇത്രയും പേര് നിന്നോട് വെള്ളം ചോദിച്ചിട്ട് ഇതുവരെ നീ ലെമൺ ജ്യൂസ് ഉണ്ടാക്കിയില്ലേ, എത്രയും വേഗം ഉണ്ടാക്കി കൊണ്ടുവരണമെന്ന് അവളെ വഴക്ക് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നതും. അവൾക്ക് വല്ലാതെ ദേഷ്യം വന്നു. ഉടനെ തന്നെ റിച്ചയാണെങ്കിൽ കുറെ ഗ്ലാസ് അവിടെ നിരത്തി വെച്ചിട്ട് ആ സിങ്കിൽ നിന്നും വെള്ളം ലീക്കായി പോകുന്നില്ലേ, അതൊരു ബക്കറ്റിൽ പിടിച്ചു വെച്ചിട്ടുണ്ട്. ആ വെള്ളം എടുത്ത് എല്ലാ ഗ്ലാസ്സിലും ഒഴിച്ച് എല്ലാവരുടെയും മുന്നിലേക്ക് കൊണ്ടുവച്ച് കൊടുത്തിട്ട് അവൾ അടുക്കളയിലേക്ക് പോയി. അവൾ ചെയ്ത ആ ഒരു മോശമായ പ്രവൃത്തിയാണെങ്കിൽ അമ്മായി അച്ഛനും തന്റെ മകനായ ദിവാകരനും മനസ്സിലായി. ഉടനെ തന്നെ അവർ രണ്ടുപേരും അവളെ വഴക്ക് പറയുവാനായിട്ട് കിച്ചണിലേക്ക് വന്ന സമയം അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ബക്കറ്റിലെ വെള്ളം എടുത്ത് രണ്ടുപേരുടെയും ദേഹത്തേക്ക് ഒഴിച്ചിട്ട് റിച്ചയാണെങ്കിൽ തന്റെ കാറും എടുത്ത് അവിടെ നിന്നും വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് അച്ഛനോടും അമ്മയോടും കാര്യം പറയുമ്പോൾ അച്ഛനും അമ്മയും പറയുന്നത്, ഈ ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ടാണോ നീ അവിടെ നിന്നും ഇറങ്ങിപ്പോയത്? അവരോട് സംസാരിച്ച് കോംപ്രമൈസ് ആക്കിയിട്ട് ചെല്ല്, അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുവാനായിട്ടും പറയുന്നു. അത് കേട്ട് റിച്ച പറയുന്നത്, മതിയായി എനിക്ക് അടിമയെ പോലുള്ള ജീവിതം, ഇനി ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ചു പോകത്തില്ല, ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കുമെന്നും റിച്ച പറയുന്നു. അതേസമയമായിരുന്നു അവളുടെ സഹോദരൻ വീട്ടിലേക്ക് കയറി വന്നതും. എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളമെന്ന് അമ്മയോട് പറയുമ്പോൾ അമ്മ പറയുന്നത് റിച്ചയോട് കുറച്ച് വെള്ളം അവനും എടുത്ത് കൊടുത്തിട്ട് നീയും എടുത്ത് കുടിക്കുവാനായിട്ടാണ്. എന്നാൽ അത് കേട്ട് ദേഷ്യമെന്ന റിച്ചയാണെങ്കിൽ അലറിക്കൊണ്ട് അനുജനോട്, പോയി നിനക്ക് ആവശ്യമുള്ള വെള്ളം നീ എടുത്ത് കുടിക്കണമെന്ന് പറയുന്നു. എന്നിട്ട് അമ്മയോടും അച്ഛനോടും പറയും, നിങ്ങളെ പോലുള്ള പാരന്റ്സ് ആൺകുട്ടികളെ നല്ലോണം വളർത്തിയിരുന്നെങ്കിൽ, അവരവരുടെ കാര്യം അവരവർ തന്നെ നോക്കണമെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി വളർത്തിയിരുന്നെങ്കിൽ ഞങ്ങളെ പോലുള്ള പെൺകുട്ടികൾക്ക് ഇത്രയും പ്രശ്നം വരില്ലായിരുന്നു എന്ന് അവളുടെ ഫ്രസ്ട്രേഷൻ മുഴുവൻ അവരുടെ മുന്നിൽ പറഞ്ഞു തീർത്തിട്ടാണ് അവൾ റൂമിലേക്ക് കയറി പോകുന്നതും. അമ്മയ്ക്കും അച്ഛനും ഒന്നും മിണ്ടുവാനായും പറ്റുന്നില്ല. കാരണം വളർത്തുദോഷം കൊണ്ടാണല്ലോ മക്കൾ അങ്ങനെയായി പോകുന്നതും. അതുകൊണ്ടാണല്ലോ കെട്ടിക്കയറി ചെല്ലുന്ന പെൺകുട്ടികൾ ഇത്രയും അനുഭവിക്കേണ്ടി വരുന്നതും. അങ്ങനെ ദിവാകറുമായി ഡിവോഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം റിച്ചയാണെങ്കിൽ വീണ്ടും തന്റെ ആ ഒരു ഡാൻസ് ട്രൂപ്പ് ഉണ്ടല്ലോ, അതിലേക്ക് കയറി ഡാൻസ് പ്രാക്ടീസ് ചെയ്യുവാനൊക്കെ ആരംഭിച്ചു. അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ വലിയ വലിയ സ്റ്റേജുകളൊക്കെ അവൾക്ക് കിട്ടുവാനായും തുടങ്ങി. അവളുടെ ആഗ്രഹങ്ങളൊക്കെ പതിയെ പതിയെ അവൾ പൂർത്തിയാക്കുകയാണ്. മറ്റൊരു വശത്ത് ഈ ദിവാകർ ആണെങ്കിൽ മറ്റൊരു വിവാഹം കഴിച്ചിരിക്കുന്നു. റിച്ചയ്ക്ക് പകരമായി അടുത്തൊരു പെൺകുട്ടി. റിച്ച മുൻപ് എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ചെയ്തിരുന്നോ അതേപോലെ ഒരു അടുക്കളക്കാരിയെ പോലെ അവൾ എല്ലാ കാര്യങ്ങളും നോക്കുന്നു. അവളുടെ ജീവിതവും അടുക്കള കുഴിയിൽ തന്നെയായി പോവുകയാണ്. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു കാലത്ത് ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചൊരു വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. അവളുടെ സ്വപ്നങ്ങളെല്ലാം ആ ഒരു അടുക്കളയിലാണല്ലോ തീരുന്നത്. അതെല്ലാമാണ് ഈ സിനിമ പറയുന്നതും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.